എല്ലാവർക്കും ജയക്കു ചാനലിലേക്ക് സ്വാഗതം. ദാണ്ടെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് കിട്ടി കേട്ടോ. അത് നമ്മൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പാറ്റിപ്പറക്കി കഴുകി ഉണക്കുന്നത്. നിങ്ങളൊക്കെ വീട്ടിൽ സാധാരണ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഇപ്പോൾ മിക്ക വീട്ടിലെന്ന് പറയുന്നത് ഈ പാറ്റിപ്പറപ്പും കഴിവലും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും റെഡിമെയ്ഡ് മേടിക്കുകയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല. കൊണ്ടുവരിക, പൈസ ഇച്ചിരി കൂടുതൽ കൊടുക്കണം, കൊണ്ടുവരിക, ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഈ ആശീർവാദമായാലും വെളിയിൽ നിന്ന് മേടിക്കുന്ന ഈ ഗോതമ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതിനകത്തൊക്കെ എത്രയായാലും മിലാവട്ടുണ്ട്. നമ്മൾ ആശീർവാദ മാവ് മേടിക്കുകയാണെങ്കിൽ അതിൽ ഇത്ര രുചി വരണം. കാരണം അതിലൊരു എങ്കിലും ഒരു 2% അതിനകത്ത് കുറച്ച് മൈദ ആഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ആ രുചിയൊക്കെ. മാക്സിമം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഗോതമ്പ് മേടിച്ച് പാറ്റിപ്പറക്കി അതിനെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കുറച്ച് കഴുകുമ്പോഴും ഇതിൻ്റെ അഴുക്ക് മേളി വരും കേട്ടോ. അപ്പോൾ അപ്പോഴും നമുക്ക് കുറച്ച് വൃത്തിയാവും. അങ്ങനെ ഗോതമ്പെല്ലാം കഴുകി നമുക്ക് വേണ്ട ഈ ബക്കറ്റിൻ്റെ പകുതിയോളം ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴുകിയതിൻ്റെ ബാലൻസും അഴുക്കുകളൊക്കെയാണ് നമ്മൾ ഇതിനകത്തിട്ടാണ് ഞാൻ വൃത്തിയാക്കിയത്. കണ്ടേ എത്ര പൊടിപടലങ്ങളാണ് നമുക്ക് കിട്ടിയത് അല്ലേ. എന്താണ് പറയുന്നത്, അതിൻ്റെ വേസ്റ്റുകൾ, പിന്നെ കല്ലും നെല്ലും, പിന്നെ കീടകളൊക്കെ കണ്ട ഈ പുഴുക്കൾ, ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് വേണം. ഇതെല്ലാം അവരങ്ങ് മില്ലിൽ പൊടിക്കുമ്പോൾ ഇതെല്ലാം അതിനകത്ത് അങ്ങ് പൗഡറാകും. ഈ കീടങ്ങളൊക്കെയാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം കഴുകി ഉണക്കിയ ഗോതമ്പിന് ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വേണ്ട ഗോതമ്പ് കഴുകാനായിട്ട് ഞാൻ പൈപ്പിൽ വെള്ളം തുറന്ന് വിട്ടിരിക്കുകയാണ്. നമുക്കതിനെ ഇനിയിപ്പോൾ നോക്കിക്കോ, ഈ വെള്ളമേ ഇത് കഴുകുന്ന സമയത്ത് എത്ര അഴുക്കുകളും ഇതിൻ്റെ പൊടിപടലങ്ങൾ എത്ര വൃത്തിയായാലും ഇനിയും കുറച്ചും കൂടെ ഉള്ളതെല്ലാം മേളി വരും. അങ്ങനെ നമുക്ക് ഇനി അതിൽ നിന്ന് കുറച്ചും കൂടെ ഇപ്പം മതി. ഞാൻ ഒന്ന് കഴുകട്ടെ. കണ്ട ഗോതമ്പിൻ്റെ അഴുക്ക് കളർ വരുന്നുണ്ട്. നിങ്ങൾ നോക്ക് എന്ത് അഴുക്കാണെന്ന്. കണ്ട ആ കളർ അഴുക്കും കാര്യങ്ങളും. നമുക്കിതിനെ പതുക്കെ ചരിച്ച് കളയാം. എത്ര അഴുക്കാന്ന് നമുക്ക് പോകുന്നത്. ഈ മേളിൽ വരുന്ന ഗോതമ്പൊക്കെ വെയിറ്റ് ഇല്ലാത്തതൊക്കെ അങ്ങ് പോട്ടെന്ന് വിചാരിക്കണം. വെയിറ്റ് ഉള്ളതൊക്കെ മതി, അതൊക്കെ അഴുക്കാണ്. നമുക്കൊന്നും കൂടെ തുറന്നു വിടാം. നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ മുട്ട. ഇത് എപ്പോഴും ഗോതമ്പ് അരിയൊക്കെ ഉണക്കാനായിട്ട് എടുക്കുന്നത്. സാരി തുണിയൊന്നുമല്ല. നല്ല ഇതെന്ന് പറഞ്ഞാൽ ഒരു 10, 12, 13 മീറ്റർ കാണും. 4ആയിട്ട് മടക്കി വെച്ചിരിക്കുക. കഴുകിയ ഗോതമ്പില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിതെല്ലാം ചെയ്തിട്ട് കേട്ടോ. ഇട്ടപ്പോഴത്തേക്ക് വേണമെങ്കിൽ മഴക്കോള് കാണുന്നു കേട്ടോ. ഞാൻ ഇച്ചിരി ടെൻഷനിലാണ്. ദൈവങ്ങളെ,
വെയിലുണ്ടായിരിക്കണമേ. ഉണക്കിയെടുക്കണം ഇനി. ലാസ്റ്റ് കഴുകിയതിൻ്റെ അടിമട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയൻ്റെ വെള്ളമാണ്. എത്ര കഴുകിയിട്ട് അഴുക്ക്. പിന്നെ മൂന്നാമത്തെ വെള്ളം ഞാൻ മാറ്റി വെച്ചു. നാലാമത്തെ വെള്ളം കഴുകി വെച്ചത്. അപ്പം കയ്യിൽ വെള്ളമായിട്ടുണ്ട്, വീഡിയോ എടുത്തില്ല. അഴുക്ക് കണ്ടോ ഗൈസ്? ഇത്ര അഴുക്കാണ്.